ഈ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശക്തമായ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ? ഓക്കെ. അപ്പോൾ ഈ സംഭവവികാസങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഹാനിയെ പറ്റി രണ്ടു വാക്ക് പറയാം. അദ്ദേഹം 62 years ഓൾഡ് ആയിരുന്നു. അദ്ദേഹം ഇസ്രായേലിൽ ഇപ്പോൾ അഷ്കലോൺ എന്ന് പറയുന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതൊക്കെ. പിന്നെ ഹമാസ് ഹാനിയെ ഇവർക്ക് ഈ ഹമാസിന് രണ്ട് തരം ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ലീഡേഴ്സ് എന്ന് പറയും, പിന്നെ ഒരെണ്ണം ഇൻറ്റേർണൽ ലീഡേഴ്സ് എന്ന് പറയും. അപ്പോൾ എക്സ്റ്റേണൽ ലീഡേഴ്സാണ് കൂടിയ ലീഡേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഈ ലീഡേഴ്സിൽ കുറേ പേര് ഗാസയ്ക്കകത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അവർ പിന്നെയും സീനിയറായി ഏറ്റവും പരമോന്നതനായി കഴിയുമ്പോഴാണ് എക്സ്റ്റേണൽ ആകുന്നത്. അതായത് അവരെ ഗാസയിൽ നിർത്തില്ല. കാരണം ഇവർ ഇത്രയും പ്രോമിനൻ്റ് ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തട്ടിക്കളയും. അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റും. അപ്പോൾ അവരിപ്പോൾ ഖത്തറിലാണ് താമസിക്കുന്നത്, ഈ ഹാനിയെ എന്ന് പറയുന്ന ആൾ. അപ്പോൾ സിൻവാർ എന്ന് പറയുന്ന ആളാണ് ഗാസയിലെ ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഹാനിയയെ പറ്റി പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കും ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ പോയിട്ട് ഖത്തറിൽ താമസിക്കുന്ന അവർ വളരെ സന്തോഷമായിട്ടും ഭയങ്കര ആഡംബരത്തിലൊക്കെയാണ് ജീവിക്കുന്നത്, ഇഷ്ടംപോലെ പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അവർക്കെന്താ, അവർക്ക് ഇവിടെ നാട്ടുകാർ കിടന്ന ചത്തോളം അവർക്ക് അവിടെ പോയി സൂചിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ടൈംസിൽ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് സത്യമുണ്ട്. ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ വലിയ തുകകളുണ്ട്. ഇവരുടെ അക്കൗണ്ടിൽ തുകയുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് ഇവരുടെ ആവണമെന്നില്ല. ഈ ഓർഗനൈസേഷൻ്റെ പൈസ ഇപ്പോൾ ആരുടെയെങ്കിലും പേരിലുണ്ട്, അങ്ങനെ ഇടുന്നതും ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം. അതെ. ഇപ്പോൾ PLO ചീഫ് യാസർ അറാഫത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വലിയ തുകയുണ്ടായിരുന്നു, കോടിക്കണക്കിന്. അത് കഴിഞ്ഞിട്ട് യാസർ അറാഫത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ അത് PLO അവർക്ക് കിട്ടിയില്ല. കാരണം വൈഫിൻ്റെ പേരിലാണ് ഇട്ടിരുന്നത്. സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഇടുന്നതാണ്. പക്ഷേ ആ പണം പോയി, വൈഫിൻ്റെ പേരിലേക്ക് പോയി. വൈഫിൻ്റെ പേരിൽ പോയി, വൈഫ് വേറെ വഴിക്കും പോയി. ഇപ്പോൾ PLO ആയിട്ട് അവർക്ക് കണക്ഷനില്ല. അവർ ഫ്രാൻസിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ഒരു ഫാക്റ്റ്. പിന്നെ ഈ ഹാനിയെ ഇങ്ങനെ സുഖമായിട്ട് ഭയങ്കര ഫണ്ടുമായിട്ട് നടക്കുകയാണെന്നുള്ളൊരു ചിന്ത, നമ്മളത് ഓക്കെ, ഫണ്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം വളരെയധികം സാക്രിഫൈസസ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈയിടെ നമ്മൾ വായിച്ചല്ലോ, April 10, 1924, ഈ വർഷം April 10 ഒരാക്രമണം നടന്നായിരുന്നു. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ 3 മക്കൾ മരിച്ചു. 3 സൺസ് മക്കൾ എന്ന് പറയുമ്പോൾ 3 സൺസ് പ്ലസ് 4 ഗ്രാൻഡ് ചിൽഡ്രനും മരിച്ചായിരുന്നു. ആ രീതിയിലുള്ള നഷ്ടങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. മാത്രമല്ല 2023 ഒരാക്രമണം നടന്നായിരുന്നു. അതിൽ 14 മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ഇൻക്ലൂഡിങ് ഹിസ് ബ്രദർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നഷ്ടകഷ്ടങ്ങളൊക്കെ സഹിക്കുന്ന ഒരാൾ കൂടിയാണ്. പ്ലാൻ ചെയ്ത് ഓരോരുത്തരെ കൊന്നുവരികയായിരുന്നു. അപ്പോൾ പിന്നെ ചിലർ പറയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളെയും കൊന്നു, ഗ്രാൻഡ് ചിൽഡ്രനെയും കൊന്നു, അപ്പോൾ ആ വംശമില്ലാതെ എന്ന് പറയും. അത് ഫാക്റ്റല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് 13 ചിൽഡ്രൻ, 13 മക്കളുണ്ട്. ഈ 3 മക്കളോ 4 മക്കളൊന്നുമല്ല, 13 മക്കളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് അമൽ എന്നാണ്. അമൽ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ 3 ആൺമക്കളെയും 4 ഗ്രാൻഡ് ചിൽഡ്രനെയും കൊന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സാക്രിഫൈസ് കൂടി ഉണ്ട് ഇതിൽ. പക്ഷേ ഇപ്പോൾ ഈ October 7 നടന്ന ആക്രമണത്തോടുകൂടി ഇസ്രായേൽ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊല്ലും എന്നുള്ളത് ഉറപ്പായിരുന്നു. നമ്മളൊരു പ്രയോഗമുണ്ട്, എ ഡെഡ് മാൻ വാക്കിംഗ് എന്ന് പറയും. ആള് വാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി അത് എപ്പോഴാണ് ഡെഡ് ആകണമെന്ന് മാത്രമേ അറിയൂ. ഡെഡ് മാൻ വാക്കിംഗ് എന്നൊരു പ്രയോഗമുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. പിന്നെ ഇത്രയും നാൾ ഇസ്രായേൽ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം താമസിച്ചിരുന്നത് ഖത്തറിലാണ്. ഖത്തറാണ് ഇതിൽ ഈ മീഡിയേഷനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. മാത്രമല്ല അമേരിക്കൻ സൈന്യത്തിൻ്റെ കുറേ യൂണിറ്റ്സൊക്കെ അവിടെയുണ്ട്. ഖത്തറിൽ വലിയ ഒരു ഫ്ലീറ്റ് ഉണ്ട് അവരുടെ. അപ്പോൾ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ട് വേണ്ട, ഖത്തർ മീഡിയേഷൻ നടക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത്രയും നാൾ കൊല്ലാതിരുന്നത്. അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ തട്ടിക്കളയും. അതാണ് അവരുടെ രീതി. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യങ്ങൾ. പിന്നെ ഈ കൊന്നത് ടെഹ്റാനിലുള്ള അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ വെച്ചിട്ടാണ്. ആയത്തുള്ള ഖമനൈ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ പെഷസ്കിയാൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ സ്വയറിംഗ് ഇൻ സെറമണിയിൽ പങ്കെടുത്തു. ഇങ്ങനെയൊക്കെ എല്ലാം ശരിപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം പോയത്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ കൈയാണ് അതിന് പിന്നിൽ നിന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ആണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ ഇദ്ദേഹം ഈ ഹോസ്റ്റേജ് ടേക്കിംഗ്, ടണൽ മേക്കിംഗ് ഇതിൻ്റെയൊക്കെ ആശാനായിരുന്നു. ഇവർക്ക് ഹമാസിന് വേണ്ടി ഈ പണികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നൊരു ആളാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇറാനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ എങ്ങനെയാലും വി ഹവ് ടു അവഞ്ച് ദി ഡെത്ത് ഓഫ് ഹാനിയെ എന്ന് ഈ ആയത്തുള്ള ഖമനൈ സുപ്രീം ലീഡർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് അവരെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും അവർ ചെയ്യും. പിന്നെ അവരുടെയൊക്കെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് മുമ്പ് തന്നെ ഈ കൊലയാളിയെ തട്ടുക എന്നൊരു സിസ്റ്റവും ഒരു പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തായാലും എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പക്ഷേ ഹൗ ഫാർ ദേ ക്യാൻ ഗോ അത് വേറൊരു പ്രശ്നം. അതേസമയം പുതിയ പ്രസിഡൻറ്റ് അദ്ദേഹം ഈ വെസ്റ്റേൺ കൺട്രീസായിട്ട് ഒന്ന് യോജിപ്പിലെത്താനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്നേക്കും വെസ്റ്റുമായിട്ട് വഴക്കിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പരസ്പരം മനസ്സിലാക്കണം, ഇറാൻ്റെ ഗ്രേറ്റ്നെസ് നിങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അടുക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഷസ്കിയാൻ ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻറ്റിനും ഹി ഓൾസോ ഹാസ് വൗഡ് റിവഞ്ച്, ഒരു പ്രതികാരത്തിനുള്ള പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇപ്പോൾ അതേ പറ്റുള്ളൂ. കാരണം ഇറാനിലെ മൊത്തം ട്രെൻഡ് അതാണ്. പിന്നെ ദിസ് ഹാസ് യുണൈറ്റഡ് ദം അഗൻസ്റ്റ് ഇസ്രായേൽ. ഈ ഇറാനിലെ ജനങ്ങളെയും മറ്റുള്ളവരെയൊക്കെ അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഇസ്രായേലിനൊന്ന് പാഠം പഠിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. പിന്നെ പെഷസ്കിയാനുള്ള പുതിയ ജോലി എന്ന് പറഞ്ഞാൽ 15 ഡേയ്സിനുള്ളിൽ ഗവൺമെൻറ് ഫോം ചെയ്യണം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സ്വയറിംഗ് ഇൻ സെറമണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പുട്ട് ദി എക്കോണമി ബാക്ക് ഓൺ റെയിൽ. ഈ സാമ്പത്തികമായിട്ട് ഒന്ന് സുദൃഢമായി മാറണം, അതിന് വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട് എടുക്കാനായിട്ടാണ്. അങ്ങനെ ഈ സാമ്പത്തികം ശരിപ്പെടുത്താനാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ഹമാസ് ഇപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇറാനാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഇസ്രായേലാണ് നടത്തിയിരിക്കുന്നത്, അതാണ് ഹമാസിൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഇപ്പോൾ ഉള്ള ഇറാൻ്റെ വേറൊരു പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ ലീഡേഴ്സ് അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇറാനകത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ വളരെ എളിഭ്യരായിപ്പോയി, ലോകത്തിന് മുന്നിൽ എളിഭ്യരായിപ്പോയി. ഇവർ ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അവരുടെ അകത്ത് കയറിയിട്ട് ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആകെ അതൊരു ചീത്തപ്പേര് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ആളുടെ കൊലപാതകം മാത്രമല്ല, ഇതിനു മുമ്പ് അവിടെയുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഉണ്ട്. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ റാങ്കിൽ ഉള്ളവരാക്കി കണക്കാക്കി അതിനുള്ള സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. ഹൈ സെക്യൂരിറ്റി, ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെയും ഈ ഇസ്രായേൽ ഓരോരുത്തരായിട്ട് ആക്രമിച്ച് കൊല്ലുന്നുണ്ട്. എങ്ങനെയാണ് അവർ കൊല്ലുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് മാത്രം. അതായത് സൈനിക കമാൻഡർമാരെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൃത്യമായിട്ട് ഇസ്രായേൽ കൊല്ലുന്നു അല്ലേ? അതെന്ന് പറഞ്ഞാൽ അപ്പോൾ മൊസാദിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലേ? ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഒന്നും മിണ്ടത്തുമില്ല. അപ്പോൾ ഈ പറയുന്ന ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ അവർക്കറിയാമായിരുന്നു ഇവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൊല്ലുന്നത് ഇസ്രായേലാണ്, അവരിങ്ങനെ ചെയ്ത് വരുന്നത്. അപ്പോൾ സാറ് പറയുന്ന പോലെ അവർ ഈ പറയുന്ന ഖത്തറിലായതുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ നേരെ ഇറാനിലേക്ക് വന്നപ്പോഴത്തേക്ക് ഖത്തറിൽ ചെയ്തില്ല എന്ന് വെച്ചാൽ ഖത്തറിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ഖത്തറിൽ പോയി ചെയ്യേണ്ട. കാരണം ഖത്തർ ഇപ്പോൾ ഈ മീഡിയേഷനൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ അമേരിക്കയുടെ ഫ്ലീറ്റ് അവിടെയുണ്ട്, നാവികസേനയുടെ ഒരു ഫ്ലീറ്റ് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഖത്തറിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് ഇവിടെ കിട്ടിയപ്പോൾ ഇറാനിൽ എന്ത് ചെയ്യണതിന് അവർക്ക് വിരോധമില്ല. കാരണം വഴക്കാണല്ലോ, ഇനിയിപ്പോൾ കൂടുതൽ വഴക്കാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇസ്രായേൽ ഇതിനെപ്പറ്റി ഒരു കമൻറ്റ് വരെയിട്ട് പറയുന്നില്ല. അപ്പോൾ അതേസമയം ഇപ്പോൾ ഈ സിൻവാർ എന്ന് പറയുന്ന നേതാവുണ്ട്, ഹമാസിൻ്റെ അവിടെ ഗാസയിൽ തന്നെയുള്ള നേതാവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കമ്മിറ്റഡ് ടു ആംഡ് സ്ട്രഗിൾ, സായുധ പോരാട്ടം ഞങ്ങൾ തുടരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവരുടെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. സമാധാനമൊന്നും അവരുടെ കാഴ്ചപ്പാടിലില്ല. പിന്നെ ഈ ഹാനിയനെ നേരത്തെ തന്നെ ടെററിസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ മഹമ്മൂദ് അബ്ബാസും ഇറാനും തുർക്കിയൊക്കെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള വലിയ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കൺട്രീസ് ഒന്നും കാര്യമായിട്ട് അഭിപ്രായമൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. കാരണം ഈസ് എ ടെററിസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. സാർ, അപ്പോൾ ഈ ഇറാനിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമാനി അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇത് ചെയ്തേക്കുന്ന ഇസ്രായേൽ തന്നെയാണ്, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇറാൻ്റെ പരമോന്നത അധികാര സമിതി യോഗം ചേർന്നതിന് ശേഷം അവിടെ വെച്ചാണ് പറഞ്ഞേക്കുന്നത് ചെയ്തേക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഡ്രോൺ മിസൈൽ ആക്രമണമായിരിക്കും ഇറാൻ നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു സംശയം, ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. ഈ കൊലപാതകം എന്ന് പറയുന്നത് പഴയ ഹെലികോപ്റ്റർ തകർന്നു വീണെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ അവിടെയും സംശയം നിലനിൽക്കുന്നു, ആരും ആസൂത്രിതമായി ചെയ്താണ്.
ഇറാനാണ്. അപ്പോൾ ഇറാനിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന രീതിയിൽ ഈ മൊസാദിന് വളർച്ചയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വളർച്ചയുണ്ട്. അപ്പം ഇറാൻ്റെ ഈ പരമോന്നത നേതാവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കയറി അടിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ? നേരത്തെ ഈ ആയുധങ്ങൾ വിട്ടതൊന്നും ഇവിടെ കാര്യമായിട്ട് ഫലിച്ചായിരുന്നില്ല. ഒരു പ്രാവശ്യം ആക്രമിച്ചായിരുന്നല്ലോ ഇസ്രായേൽ. കാര്യമായിട്ടൊന്നും നടന്നില്ല. ഒരു പെൺകുട്ടിയുടെ കാലം എന്തോ വന്ന് വീണതല്ലാതെ വേറെ 100-300 പ്രൊജക്ടൈൽസ് വിട്ടായിരുന്നു. അതൊന്നും ഫലിച്ചില്ല. ഇനിയിപ്പോൾ എന്താണോ പുതിയതായിട്ട് ചെയ്യാൻ പോണേ, അത്ര വലിയ പേടിയുണ്ടെങ്കിൽ ഇസ്രായേലൊന്നും ചെയ്യില്ലല്ലോ. ഇറാൻ ഈ പറയണനുസരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യത്തുമ്മയും ധൈര്യത്തുമ്മയാണല്ലോ ഇവർ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ. അപ്പോൾ അതെനിക്ക് തോന്നണില്ല ഇറാനെ കൊണ്ട് കാര്യമായിട്ട് വലിയ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഇസ്രായേലായിട്ടുള്ള പ്രശ്നത്തിന് ഹമാസിന് എല്ലാ പിന്തുണയും ആയുധവും ധനവും എല്ലാം നൽകുന്നത് ഇറാനാണ്. ഇത് കൃത്യമായിട്ട് ഇസ്രായേലിൽ അറിയുകയും ചെയ്തല്ലേ. അപ്പോൾ അവർക്ക് സമയം നോക്കി നിന്ന് ഒരു തിരിച്ചടി അവിടെ കൊടുക്കുന്നു. ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അവരെ അപമാനിക്കാൻ ഇതിനെക്കാട്ടി നല്ലൊരു മാർഗ്ഗമില്ല. അതിഭയാനകമായിട്ട് അവരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് ഈ കാട്ടിക്കൂട്ടുന്നതായാലും അതേപോലെ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗമായാലും ലെബനോണിൽ നിന്നുള്ള ആക്രമണമായാലും ഹിസ്ബുള്ള എന്ന് പറയുന്നതായാലും അതേപോലെ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളായാലും ഇതെല്ലാം ഇറാൻ്റെ മാത്രം പണിയാണ്. അവരുടെ ഓരോ പ്രോക്സികളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത് ഈ പണിയും കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അത് അത്ര ഫലിക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആരാ ഇതിൽ വലിയ ആവേശം കാണിക്കുന്ന ഒരു പാർട്ടി എർദോഗാനാണ്. എർദോഗാനും ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ രസം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എർദോഗാനും ഈ പറയണതല്ലാതെ അതവിടെ ഈ ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓരോ ടെക്നിക്കാണ്, അല്ലാതെ വലുതായിട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് കളിക്കുമെന്ന് തോന്നണില്ല. കാരണം ഈ ലിബിയയിൽ പോയിട്ടുണ്ട്, ശരിയാണ്. അതേപോലെ ഈ അസർബൈജാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ നബാർണോ കറാബാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമായിട്ട് അവിടെ എന്തോ പ്രശ്നത്തിൽ അസർബൈജാനെ ഇദ്ദേഹം സഹായിച്ചായിരുന്നു എർദോഗാൻ. പക്ഷേ അവിടത്തെ പോലെയൊന്നുള്ള സൈന്യമല്ല ഇസ്രായേലിലുള്ള. അപ്പോൾ അവിടേക്ക് ഈ വർത്തമാനം മാത്രമേ കാണുള്ളൂ ഏതായാലും എർദോഗാൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആത്യന്തികമായി പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസിനെ തീർക്കും. ഹമാസിന് പിന്തുണ നൽകി ഇറാന് ഇതാ ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ നിലപാടുമായി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടായേക്കാം. എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ.